നമസ്കാരം, എല്ലാവർക്കും ഐഡിയൽ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി പോർഷൻസ് ആണ്. ഇപ്പോൾ സബ്ഷെല്ലുകളെ കുറിച്ചിട്ടും എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ്. അതിൽ ഫസ്റ്റ് പോർഷൻ ആണ് ഞാനിപ്പോൾ ആദ്യം പറയണത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 2 എലമെന്റിന്റെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പെക്യുലാരിറ്റീസ് ഇതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം അപ്പോൾ നോക്കാം. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പെക്യുലാരിറ്റീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്രോമിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 24 ആണ്. കോപ്പർ ആണെങ്കിൽ 29 ആണ്. അപ്പം ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ക്രോമിയം CR എന്നാണ് ക്രോമിയത്തിന്റെ സിമ്പൽ. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. ആറ്റോമിക് നമ്പർ 24 ആണെങ്കിൽ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6 3d 4s2. ശരിയല്ലേ? 3d ഉണ്ടാവും, 4s2. ഇനി നോക്ക്, നമ്മൾ 2 2 4 6 10 12 18 20. ബാക്കി എത്ര ഉണ്ടാവും? 24 ആണ് അറ്റോമിക് നമ്പർ. അപ്പം 3d 4 ആണ് വരേണ്ടത് അല്ലേ? ശരിക്കും ഈ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണോ? നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ എഴുതിയിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റ്? നോക്ക്, നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ് ശരിക്കും അല്ലേ? പക്ഷെ ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താണ് ആ തെറ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു സബ്ഷെൽ കണ്ടോ? 3d കഴിഞ്ഞിട്ടാണ് 4s. ശരിക്കും 4s ആണ് ആദ്യം വരേണ്ടത്. അത് ഫില്ല് കഴിഞ്ഞതിന് ശേഷമാണ്, ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 3d വരിക അല്ലെ? എനർജിന്റെ ഓർഡറിലാണെങ്കിൽ 4s ഫില്ല് ചെയ്തതിന് ശേഷമേ 3d ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് ശരിയാണ്. ഇവിടെ 4s ഫില്ല് ചെയ്തതിന് ശേഷം തന്നെയാണ് 3d ഫില്ല് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇതിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ശരിക്കും ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d 5 4s 1 ആണ്. 3d 5 4s 1 ആണ്. എന്തുകൊണ്ടാണ് ഈ 3d 5 4s 1 എന്ന് വരാൻ കാരണം? ശരിക്കും ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ 3d 4s 2 അല്ല, 3d 5 4s 1 ആണ്. എന്തുകൊണ്ടാണ് ഈ d സബ്ഷെല്ലില് 5 ഇലക്ട്രോൺ വരുന്നത്? s സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ നിർത്തിക്കൊണ്ട് d സബ്ഷെല്ലിൽ എന്തുകൊണ്ടാണ് 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഡി ഷെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഡി ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ് അല്ലെ? ഡി ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അപ്പൊ ഈ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് നമ്മൾ പറയണമെങ്കിൽ, ഈ ഡി ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ ഡി ഷെല്ലിൽ 10 ഇലക്ട്രോൺ വേണം അല്ലെ? ഇനി ഹാഫ് ഫിൽഡ് എന്ന് പറയണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? ഹാഫ് ഫിൽഡ് എന്ന് പറയണമെങ്കിൽ ഡി ഷെല്ലിൽ 5 ഇലക്ട്രോൺ വേണം. ശരിയല്ലേ? കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയണമെങ്കിൽ ഡി ഷെല്ലിൽ 10 ഇലക്ട്രോൺ വേണം. ഹാഫ് ഫിൽഡ് എന്ന് പറയണമെങ്കിൽ ഡി ഷെല്ലിൽ 5 ഇലക്ട്രോൺ വേണം. ഡി ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. ഈ ഡി ഷെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഡി ഷെല്ലാണ് ബാക്കിയുള്ള ഡി ഷെല്ലുകളെക്കാൾ സ്റ്റേബിൾ. അതായത് ഇപ്പം ഡി 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ അല്ലെങ്കിൽ 9 ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ ഉള്ളതിനേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഡി ഷെല്ല്. അതുകൊണ്ട് തന്നെ ഈ D4 D9 ഒക്കെ വരുന്ന സമയത്ത് ഇതെന്താക്കുന്നറിയോ?
തൊട്ടു മുമ്പേ ഉള്ള സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് സ്വീകരിച്ചിട്ട് D5 അല്ലെങ്കിൽ D10 ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഈ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഈ 3D5 4s1 വരുന്നത്. ഈ 4s ന്ന് 2 ഇലക്ട്രോൺ ഉള്ളതിന് ഒരു ഇലക്ട്രോൺ ഇതിലേക്ക് എടുത്തിട്ട് ഈ 3D5 ആയിട്ട് കിടക്കും. ഈ D5 കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെല്ല് ഈസ് മോർ സ്റ്റേബിൾ ദാൻ അതർ ഡി സബ്ഷെൽ. അതുകൊണ്ടാണ് ഈ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി എങ്ങനെ ഉണ്ടാവുക? 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇതാണ് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. ഇങ്ങനെ ആരും എഴുതരുത്, ഇത് തെറ്റാണ്. 2 എക്സംഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്രോമിയോ ഒന്ന് കോപ്പറോ ആണ്. ഇങ്ങനെ എക്സംഷൻസ് ഉള്ള വേറെയും എലമെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്രോമിയോ കോപ്പറോ ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇതിപ്പോ പറയണത്. അപ്പം ഇത് ഓർത്തു വെക്കുക. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതാരും എഴുതി വെക്കരുത്. ഇത് എഴുതാനായിരിക്കും നമുക്ക് ടെൻഡൻസി ഉണ്ടാവുക. ഇതാണ് നമ്മൾ പഠിച്ച ഓർഡർ പ്രകാരം ഇങ്ങനെയാണ് എല്ലാവരും എഴുതുക. ഇത് തെറ്റാണ്, ഇതാണ് ശരി. എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലിന് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അതർ ഡി സബ്ഷെൽ. അതുകൊണ്ടാണ് ഇങ്ങനെ 3d5 ആയിട്ട് കിടക്കുന്നത്. ഇനി നമ്മൾ കോപ്പറിന്റെ എഴുതുകയാണെങ്കിൽ കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം 29 ആണ് കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ. അപ്പൊ കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 1s2 2s2 2p6 3s2 3p6 3d9 4s2 ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത് അല്ലെ. പക്ഷെ ഇതാണോ വരിക? അല്ല, ഇത് തെറ്റാണ്. എന്തുകൊണ്ടാ തെറ്റ്? ഈ 3d9 സ്റ്റേബിൾ അല്ല, 3d10 ആണ് സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ 3d10 ആയിരിക്കും ഉണ്ടാവുക. പകരം ഒരു ഇലക്ട്രോൺ ഏതെന്ന് പോവും? 4s എന്ന് പോവും. അപ്പൊ 4s പിന്നെ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ, 2 ഇലക്ട്രോൺ ഉണ്ടാവില്ല. ഇതാണ് കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് തെറ്റാണ്. അപ്പം കോപ്പറിന്റെതും ക്രോമിയത്തിന്റെതും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഓർത്ത് വെക്കുക. കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും 3d5, ക്രോമിയത്തിൻ്റെതാണെങ്കിൽ 3d5, കോപ്പറിൻ്റെതാണെങ്കിൽ 3d10. 3d4ഉം 3d9ഉം എഴുതരുതാരും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അതർ ഡി സബ്ഷെൽ. അതുകൊണ്ടാണ് ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ എങ്ങനെയാണ് ആ എലമെന്റിന്റെ ഗ്രൂപ്പ് ഏതാണ്, പീരീഡ് ഏതാണ്, ബ്ലോക്ക് ഏതാണ്, ആറ്റോമിക് നമ്പർ ഏതാണ് എന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ ആ എലമെന്റിന്റെ ഗ്രൂപ്പ് ഏതാണ്, പീരീഡ് ഏതാണ്, ഏത് ബ്ലോക്കിൽ പെടുന്നു, അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു എന്ന് വിചാരിക്കുക. അപ്പൊ തന്നു കഴിഞ്ഞാൽ നമുക്കത് നോക്കിയാൽ അറിയാം അതിലുള്ള അവസാന ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലാണെന്നുള്ളത് അല്ലെ. അവസാന ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് ഏത് സബ്ഷെല്ലാന്നുള്ളത് നോക്കിയാൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. ഈ നിറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണെങ്കിൽ, അവസാന ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എസ് അവസാനത്തെ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പം എസ് സബ്ഷെല്ലാണെങ്കിൽ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ 2 ആണ് അല്ലെ, 2 അല്ലെങ്കിൽ 1. അപ്പം അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ ഒന്നിക്കൽ ഗ്രൂപ്പ് എന്തായിരിക്കും? 2 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. എത്ര ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിൽ ഫില്ല് ചെയ്തോ അത്രയും അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. 1 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്തെങ്കിൽ 1 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. 2 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്തെങ്കിൽ 2 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇനി അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണെങ്കിൽ, പി സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ അവസാന സബ്ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ നമുക്ക് ആ എലമെന്റിന്റെ ഗ്രൂപ്പ് കിട്ടും. ഒന്നുകൂടെ പറയാം, അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണെങ്കിൽ പി സബ്ഷെല്ലിൽ അവസാനത്തെ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം
12 കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് കിട്ടും. ഇതിൽ കൺഫ്യൂഷൻ വരരുത്, കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പിയിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആവുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള എസ് സബ്ഷെല്ലിന്റെയും പിയുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ കൂട്ടുക, ഇതിന്റെ കൂടെ 10 കൂട്ടുക എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവസാന ഇലക്ട്രോൺ ഫിൽ ആവുന്നത് പിയിലാണെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണിന്റെ കൂടെ 12 കൂട്ടുക. ഇത് രണ്ടും ആൻസർ ഒന്ന് തന്നെയാണ്. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ 2 ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ തൊട്ട് മുന്നേയുള്ള എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും കൂട്ടിയാൽ മാക്സിമം 2 കൂടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ 12 കൂട്ടുന്നത്. ഒന്നുകിൽ അവസാന പി സബ്ഷെല്ലിലെയും എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോൺ കൂട്ടുക, എന്നിട്ട് അതിന്റെ കൂടെ 10 കൂട്ടുക. അതല്ല എങ്കിൽ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടുക. അതെന്താന്നുള്ളത് നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അവസാന ഇലക്ട്രോൺ നിറയുന്നത് ഡി സബ്ഷെല്ലിലാണെങ്കിൽ ഡി സബ്ഷെല്ലിന്റെയും തൊട്ടു മുമ്പേയുള്ള എഫ് സബ്ഷെല്ലിന്റെയും ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. നോക്കാം നമുക്ക്. ഞാൻ ഒരു 4 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും അറ്റോമിക് നമ്പറും നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ആദ്യം ഈ സിമ്പിൾ ഒന്നും കറക്റ്റ് സിമ്പിൾ അല്ല, ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മാത്രം. ABCD 4 എലമെന്റ് കറക്റ്റ് സിമ്പിൾ അല്ല. നോക്കാം. എ എന്ന എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. 1s2 2s2 2p6 3s2. ഇതിൽ ഏതാണ് അവസാന ഷെല്ല്? എസ് ആണ്. 3s സബ്ഷെല്ലാണ് അവസാനത്തത് അല്ലെ. സംശയമില്ലല്ലോ. എസ് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആയിരിക്കുന്നത്. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. എസ് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആയിരിക്കുന്നത്. അവസാന എത്ര ഇലക്ട്രോൺ ഉണ്ട് സബ്ഷെല്ലില്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? എസ് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആയതെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ആ സബ്ഷെല്ലിൽ നിറച്ചിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺ? 2 ആണ്. അപ്പൊ ഗ്രൂപ്പ് എത്രയായിരിക്കും? 2 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ നോക്കാം. ഒന്നുകൂടെ പറയാം. എസ് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആവുന്നതെങ്കിൽ ആ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അപ്പൊ ഇവിടെ എസ് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആയിരിക്കുന്നത്. അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ ഈ എലമെന്റിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും? രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും ഈ തന്നിരിക്കുന്ന എ. ഇനി ബി നോക്കുക. ബിയില് 2p ആണ് അവസാന ഷെല്ല് അല്ലെ. 2pയിലാണ് അവസാനം ഇലക്ട്രോൺ ഫിൽ ആയിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. 2pയിലാണ് അവസാനം ഇലക്ട്രോൺ ഫിൽ ആയിരിക്കുന്നത്. എത്ര ഇലക്ട്രോൺ ഉണ്ട് പിയില്? 6 ഇലക്ട്രോൺ അവസാനം ഫിൽ ആയിട്ടുണ്ട് അല്ലെ. പിയിലാണ് അവസാന ഇലക്ട്രോൺ ഫിൽ ആവുന്നതെങ്കിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നതെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടുക. ഇതിന്റെ ഇലക്ട്രോൺ 6 ആണ്. 6ന്റെ കൂടി 12 കൂട്ടിയാൽ 18ാം ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും ബി. ശരിയല്ലേ? 6ന്റെ കൂടെ 12 കൂട്ടിയാൽ 18ാം ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തത് പ്രകാരമാണെങ്കിൽ പിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നതെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തൊട്ടടുത്തുള്ള എസിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക. പിയിൽ 6 ആണ്. എസിൽ എത്രയാണ്? 2 ആണ്. 6ഉം 2ഉം 8 ആണ്. ഇതിന്റെ കൂടെ 10 കൂട്ടാനാണ് ടെക്സ്റ്റ് പറയുന്നത്. 10 കൂട്ടിയാൽ എന്ത് തന്നെയാണ്? 18 തന്നെയാണ്. 2 രീതിയിൽ പഠിച്ചാലും വിരോധമില്ല. പക്ഷെ കൺഫ്യൂഷൻ വരരുത്. പിയിലത് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ 12 കൂട്ടുക. പിയിലതും തൊട്ടടുത്തുള്ള എസും കൂടെ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ 10 കൂട്ടുക. എന്തായാലും 18 ആണ് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ വരിക. ഇനി സി എന്ന് പറയുന്ന എലമെന്റ്, ഇതാണ് മിക്കവാറും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ മിക്കവാറും ആൾക്കാരുടെ ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളിത് നോക്ക്. ഇതില് ഫില്ലാവുന്ന അവസാന ഷെല്ല് ഏതാണ്? എസ് ആണ്. ശരിയാണോ? തെറ്റാണ് അല്ലെ. ശരിക്കും 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഫില്ലാവേണ്ടത് ഏതാണ്? 4s ആണ്. അത് കഴിഞ്ഞിട്ടേ 3d ഫില്ലാവാൻ പാടുള്ളൂ. അപ്പൊ 3d ആണ് ഇതിലുള്ള അവസാനത്തെ സബ്ഷെല്ല്. ഇത് മറന്നു പോകരുത്. നിങ്ങൾ തന്നിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൃത്തിയായിട്ട് നോക്കുക. 4sലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് മുമ്പേ 3d കിടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. 3d കിടക്കുന്നുണ്ടെങ്കിൽ 3d ആയിരിക്കും ഇതിന്റെ അവസാനത്തെ സബ്ഷെല്ല്. ഇവിടെ എഴുതുന്ന സമയത്ത് മൂന്നാമത്തെ സബ്ഷെല്ല് മുഴുവൻ എഴുതിയിട്ട് 4ാമത്തത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ പക്ഷേ 3d ആണ് അവസാനത്തെ സബ്ഷെല്ല്. അപ്പോൾ ഡിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ നിറയ്ക്കുന്നത്. ഡിയിൽ
ആണ് നിറയ്ക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഡി ആണ് അവസാന സബ് ഷെല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കാണാം ഡിയുടെയും തൊട്ട് മുമ്പേ ഉള്ള ഷെല്ലിന്റെയും ഇലക്ട്രോണുകളുടെ സമ്മാണ് അല്ലെ. ഡിയുടെ തൊട്ട് മുമ്പേ ഉള്ള ഷെല്ല് ഏതാണ്? 3Dയുടെ തൊട്ട് മുമ്പേ 4s ആണ് വരിക അല്ലെ. അപ്പം 4sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഈ രണ്ടിന്റെയും സമ്മായിരിക്കും ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പൊ എന്ത് വരും? 4 ആണ് ഗ്രൂപ്പ് നമ്പർ വരിക. മറന്നുപോകരുത്, ഡി ആണ് വരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ 4sലൊക്കെ അവസാനിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതിനു മുമ്പേ 3D ഉണ്ടെങ്കിൽ 3D ആണ് ഇതിന്റെ അവസാന ഷെല്ല്, 4s അല്ല. 4s അവസാനം എഴുതിയത് കണ്ടിട്ട് 4s എസ് ആണ്, എസ്സിലുള്ള ഇലക്ട്രോൺ 2 ആണ്, അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് 2 ആയിരിക്കും. ആരും കണക്കാക്കി കളയരുത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ സബ് ഷെല്ല് ഏറ്റവും അവസാനം ഫില്ല് ചെയ്യുന്നത് 3Dയിലാണ്. അതുകൊണ്ട് തന്നെ ഡി സബ് ഷെല്ലിലാണ് ഏറ്റവും അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഡിയിലുള്ള ഇലക്ട്രോണിന്റെ ഒപ്പം തൊട്ട് മുന്നേ ഉള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ഡിയിലൂടെ ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. തൊട്ട് മുമ്പേ ഉള്ള എസ്സിൽ എത്രയാണ് ഇലക്ട്രോൺ? 2 ആണ്. ഈ രണ്ടും കൂട്ടിയാൽ 4 ആയിരിക്കും ഇതിന്റെ ഗ്രൂപ്പ്. സംശയമില്ലല്ലോ. ഇനി ലാസ്റ്റിലത്തെ ഡി നോക്കുക. ഡി എന്ന് പറയുന്ന എലമെന്റ്, ഈ ഡി എന്ന് പറയുന്ന എലമെന്റ് അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാ ഫില്ലായിരിക്കുന്നത്? പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് അല്ലെ. പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് എത്രയായിരിക്കും? ഒന്നുകിൽ 4 + 12 = 16, അല്ല എങ്കിൽ 4 തൊട്ടടുത്തുള്ള എസും 4 × 2 = 6, ഇതിന്റെ കൂടെ 10 കൂട്ടിയാലും 16 ആണ്. രണ്ട് രീതിയിലും നമുക്ക് കാണാം. രണ്ട് രീതിയും കൺഫ്യൂഷൻ ആക്കരുത്. ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യുക. ഒന്നുകിൽ അവസാനത്തെ പി ഷെല്ലിന്റെ കൂടെ 12 കൂട്ടുക, അതല്ലെങ്കിൽ പി ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തൊട്ട് മുമ്പുള്ള എസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക, അതിന്റെ കൂടെ 10 കൂട്ടുക. രണ്ടായാലും ആൻസർ എന്തിന് കിട്ടും? 16 തന്നെ കിട്ടും. ഇനി ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലെ. ഇനി എങ്ങനെയാ പീരീഡ് കണ്ടുപിടിക്കുക? പീരീഡ് നിങ്ങൾ നോക്കുക. ഈ എസിന്റെ ഒക്കെ മുന്നേ ഉള്ള ഈ നമ്പർ ഉണ്ടല്ലോ, ഇതാണല്ലോ ഷെൽ നമ്പർ അല്ലെ. ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ എസിന്റെ ഒക്കെ തൊട്ട് മുമ്പേ ഉള്ള എസിന്റെയും പിന്റെ ഒക്കെ മുമ്പേ ഉള്ള ഈ നമ്പറാണ് ഷെൽ നമ്പർ അല്ലെ. ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്? 1, 2, 3. ഷെല്ലുകളുടെ എണ്ണവും പീരീഡിന്റെ എണ്ണവും തുല്യമാണ്. ഏറ്റവും വലിയ ഈ എണ്ണം ഏതാണോ ഏറ്റവും മാക്സിമം അതായിരിക്കും പീരീഡ്. അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണി നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഏറ്റവും വലിയ എണ്ണം ഏതാ? 3 ആണ്. 3 ഷെല്ലുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ പീരീഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇതിന്റെ നോക്ക് നിങ്ങൾ, ഇതിന്റെ വലിയ എണ്ണം ഏതാണ്? 2 ആണ് അല്ലെ. P2 ആണ് മാക്സിമം. അപ്പൊ ഇതിന്റെ പീരീഡ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിലാണെങ്കിലോ 4s ഉണ്ട് അല്ലെ. 4s ആണ് ഏറ്റവും വലുത്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 ഷെല്ലുകളാണുള്ളത്. അപ്പം ഇതിന്റെ പീരീഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇതാണെങ്കിലോ ഇവിടെ നോക്ക് നിങ്ങൾ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ മാക്സിമം വലിയ സംഖ്യ എന്ന് പറയുന്നത്, വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിന്റെ പീരീഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. സംശയമില്ലല്ലോ. ഇനി ബ്ലോക്ക് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഗ്രൂപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാം അല്ലെ. 1ഉം 2ഉം ഗ്രൂപ്പ് മാത്രമാണ് എസ്. പി എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പാണ്. ഇനി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പാണ് ഡി. എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലാന്തനൈഡും ആക്ടിനൈഡും ആണ്. അതിന് പ്രത്യേക ഗ്രൂപ്പ് ഒന്നുമില്ല. എന്തായാലും ഈ 3 ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് കാണാനുണ്ടാവുള്ളൂ. ഇനി അതല്ല എങ്കിൽ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് ബ്ലോക്ക്. അപ്പൊ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ അവിടെ ഫില്ല് ചെയ്യുന്നത് എസ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇതിന്റെ ബ്ലോക്ക് എസ് ആയിരിക്കും. ഇനി ഇവിടെ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? പിയിലാണ്. ഇതിന്റെ ബ്ലോക്ക് എന്തായിരിക്കും? പിയിലായിരിക്കും. ഇവിടെ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡിയിലാണ്. എസിലല്ല, ഡിയിലാണ്. അപ്പൊ ഇതിന്റെ ബ്ലോക്ക് എന്തായിരിക്കും? ഡി ആയിരിക്കും. ഇവിടെ അവസാന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? പിയിലാണ്. അപ്പൊ ഇതിന്റെ ബ്ലോക്ക് എന്തായിരിക്കും? പി ആയിരിക്കും. ഇനി അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെറുതെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ മതി അല്ലെ. ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ അറ്റോമിക് നമ്പർ. 2ഉം 2ഉം 4ഉം 6ഉം 10ഉം 12 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ. ഇതാണെങ്കിൽ 10 ആണ് വരിക. ഇതാണെങ്കിലോ 2ഉം 2ഉം 4, 6, 10, 12, 18, 20, 22 വരും. ശരിയല്ലേ? 10, 12, 18, 20, 22. ഇതാണെങ്കിലോ 10, 12, 16 വരും. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക്, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. അവസാനത്തെ ഇലക്ട്രോൺ ഏത്
ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പും പീരീഡും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഈ അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും? ആ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. എസിന്റെ നിങ്ങൾക്കറിയാം മാക്സിമം 2 ഇലക്ട്രോണേ എസ്സിൽ കൊള്ളുള്ളൂ. അപ്പം എസ് സബ് ഷെല്ലിലാണെങ്കിൽ ഒന്നിക്കൽ ഗ്രൂപ്പ് 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇവിടെ ഇപ്പം ഈ 3s 1 ആയിരുന്നെങ്കിൽ ഗ്രൂപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. 3s 2 ആയതുകൊണ്ട് 2 ആയി ഗ്രൂപ്പ്. എസ് സബ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ എസ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. പി സബ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. അല്ലെങ്കിൽ ആ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തൊട്ട് മുമ്പേ ഉള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക, അതിന്റെ കൂടെ 10 കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ആവുന്നത് ഡി സബ് ഷെല്ലിലാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള എസ് അല്ലെങ്കിൽ തൊട്ട് മുമ്പേ ഏത് സബ് ഷെല്ലാണോ ഉള്ളത് അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും ഡി സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന്റെ തുകയായിരിക്കും ഗ്രൂപ്പ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഇത് പി തന്നെയാണ്. ഇനി ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പീരീഡ് എങ്ങനെയാ കാണുക? പീരീഡ് എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള എത്ര ഷെല്ലുകളുടെ എണ്ണം പീരീഡിന് തുല്യമാണ്, അല്ലെങ്കിൽ ഈ എസിന് മുന്നേയുള്ള നമ്പർ മാക്സിമം ഏതാണോ അതാണ് പീരീഡ്. എസിന് മുന്നേയുള്ള നമ്പർ ഏറ്റവും വലുത് ഏതാണോ അതാണ് പീരീഡ്. എസ് എന്നല്ല, ഈ സബ്ഷെല്ലില് ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് പീരീഡ്. ഇവിടെ 3 ആണ് വലുത്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. അങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുക. ഇനി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് ആ ഷെല്ലായിരിക്കും, ആ ഷെല്ലിന്റെ പേരായിരിക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. എസ് ആണെങ്കിൽ എസ് ബ്ലോക്ക്, പി ആണെങ്കിൽ പി ബ്ലോക്ക്, ഡി ആണെങ്കിൽ ഡി ബ്ലോക്ക്. ഇങ്ങനെയാണ് ബ്ലോക്ക് കിടക്കുക. ഇനി അറ്റോമിക് നമ്പർ കാണാം, ഈ ഇലക്ട്രോണുകളുടെ സമ്മ് കണ്ടാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ഓരോ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ എഴുതി നോക്കുക. എന്നാൽ മാത്രമേ ഇത് തറവായി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു 4 എണ്ണം എഴുതിയത് കൊണ്ട് ഇത് നിങ്ങൾക്ക് തറവായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറേ എക്സാമ്പിൾ എടുത്ത് എഴുതിയിട്ട് അത് കൺഫേം ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി കുട്ടികളിലേക്ക് ചാനൽ എത്തിക്കണം. അതിന് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യാം വീഡിയോസ്. ഈ വീഡിയോസ് മാത്രമല്ല, നമ്മുടെ ഐഡിയൽ അക്കാഡമിയുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. പരമാവധി കുട്ടികളിലേക്ക് നമ്മളുടെ ചാനൽ എത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി.